ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഹോണിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി ഇപ്പോൾ തന്നെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ടോ അറിയില്ല, കണ്ടോ ഹോണ് മര്യാദയ്ക്ക് അടിയില്ല. ഇത് നമ്മളിന്ന് നേരാക്കാൻ പോകണം. സിമ്പിളായിട്ട് നേരാക്കാം. ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല. കെയർ പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ തന്നെ പോയി നേരാക്കാം. കെയർ പ്ലസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, ഷോറൂമൊക്കെ കുറച്ച് ഡിസ്റ്റൻസിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സിമ്പിളായിട്ട് ഇത് വീട്ടിൽ നിന്ന് നേരാക്കാം. അപ്പോൾ നമ്മുടെ ഡിക്കി തന്നെ അത്യാവശ്യം ടൂൾസ് ഉണ്ടല്ലോ, നമ്മുടെ ടൂൾസാണ്. ഞാൻ എപ്പോഴും ഈ സ്ക്രൂ ഡ്രൈവർ എപ്പോഴും ഡിക്കി തന്നെ കീപ്പ് ചെയ്യും. നമ്മൾ ചെയ്യേണ്ടതെന്നാൽ വണ്ടിയുടെ സ്ക്രൂവ് ഫസ്റ്റ് ഈ സാധനം കണ്ടല്ലോ, നമ്മുടെ സ്പീക്കറിൻ്റെ ഇതാണ്. ഇത് ഫൈബറാണ്, ഇത് പൊട്ടുന്നില്ല. വലിച്ചെടുക്കാൻ നോക്കുക, പെട്ടെന്ന് വലിച്ചിട്ടാൽ. നമ്മൾ വലിച്ചെടുത്തതിന് ശേഷം എന്താണ്ട ഇവിടെ സ്ക്രൂ കണ്ടുണ്ടല്ലോ, ഈ സ്ക്രൂ എടുക്കണം. അതേപോലെ തന്നെ ഈ സ്ക്രൂ, ഈ രണ്ട് സ്ക്രൂ നമ്മൾ ഊരണം. ഓക്കെ, ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുണ്ട്. ഇതൊന്നും ഊരണം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡുണ്ടല്ലോ, ഈ സൈഡും അത്യാവശ്യം ഓപ്പൺ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഈ രണ്ട് സൈഡും ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിക്കുക. അപ്പോൾ അവിടെ ഒന്ന് ലൂസാവും. എന്നിട്ട് ജസ്റ്റ് ഒരു മേലേക്ക് ആക്കുക. അപ്പോൾ ഇവിടെ വരും. ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ രണ്ട് ക്ലിപ്പുണ്ട് ആണല്ലോ, ഇവിടെ ഈ രണ്ട് ക്ലിപ്പുണ്ട്, ഈ വെള്ളമുണ്ട്. അത് മേലോട്ട് കറക്റ്റ് പൊന്തിച്ചാലേ കിട്ടുള്ളൂ, ഈ ക്ലിപ്പ് പൊട്ടും. ഇനി ഇതാണല്ലോ, ഇവിടെ പ്രസ്സിങ് ഉണ്ട് താഴോട്ട്. ഇത് പ്രസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, കണ്ടല്ലോ. ഇത്ര ഇങ്ങനെ ഉരുളിക്കാനുള്ള പണിയുള്ളത്. ഇതേപോലെ തന്നെ ഇവിടെ ഒന്നുണ്ട്, ഇതേപോലെ ഇവിടെ ഉണ്ട്. ഇത് ഇതേമാതിരി തന്നെ പ്രസ് ചെയ്ത് ഉരുളിക്കുക കേട്ടോ. ഇത് നമ്മുടെ വണ്ടിയുടെ ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇനി നമ്മൾ നേരെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ട് ഇവിടെ സ്ക്രൂ ആണ്. ഈ ഒരു സ്ക്രൂ ആണ് നമുക്ക് അഴിക്കേണ്ടത്. സ്ക്രൂ എടുക്കുക, സ്ക്രൂ സൂക്ഷിച്ചെടുക്കുക. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഈ ഹോണിൻ്റെ ഈ ഒരു പീസ് ഊരിക്കഴിഞ്ഞതിന് ശേഷം വേണ്ട ബാക്കിൽ ഇങ്ങനൊരു എന്താ പറയുക, ഒരു ജെല്ലിയായിട്ടൊരു പാർട്ട് ഉണ്ടാവും. ഇതിവിടെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുക്കുക, ഇവിടെ വയ്ക്കുക, ജസ്റ്റ് ഒന്ന് തിരിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് തട്ടും, സ്ക്രൂമ തട്ടുന്ന ഒരു ചെറിയൊരു ഫീല് കിട്ടും. എന്നിട്ട് ഹോൺ അടിച്ചു നോക്കുക. പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. ജസ്റ്റ് ഒന്നും കൂടി ഇതാക്കുക, ഒരു ഫീൽ കിട്ടും. ടൈറ്റ് ആക്കുക. ഇതാണ് ട്യൂണിങ്. നിങ്ങളത് എന്താ പറയുക, കുറച്ച് ബാക്കോട്ടും ഫ്രണ്ടോട്ടും നിങ്ങൾ തിരിച്ചു നോക്കുക. എവിടെയാണ് നിങ്ങൾ ഹോണ് കിട്ടണമല്ലോ. ഇപ്പോഴാണ് ഹോണ് കിട്ടിയത്. ഇതൊന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സൗണ്ട് ക്ലീൻ ആവും. ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇത് ട്യൂൺ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സൗണ്ട് ഇങ്ങനെ മാറും. വല്ലാണ്ട് ട്യൂണായി കഴിഞ്ഞാൽ സൗണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു ട്യൂണായിട്ടുള്ളൊരു ഏരിയ വെച്ച് സെലക്ട് ചെയ്യുക. കണ്ടല്ലോ, നമ്മളെ സൗണ്ട് തിരിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ സൗണ്ടിൻ്റെ പരിപാടി. നമ്മളെന്ത് ചെയ്യുക, ഇത് എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് സാധനം എവിടെയാണോ ഉള്ളത് അതേമാതിരി തന്നെ ഹോൺ തിരിച്ച് വെക്കുക. സ്ക്രൂ താഴെ പോരുത്. ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, സ്ക്രൂ താഴെ പോകാൻ നോക്കുക.
അത്യാവശ്യം ടൈറ്റ് ആക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഹോണ്ട പരിപാടി. ഇതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹോണ്ട അവസ്ഥ ആണല്ലോ. ഇത്ര ഉള്ളൂ, സുഖമുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. കെയർ പ്ലസിലുള്ള ഷോറൂമിൽ തന്നെ പോയി ചെയ്യാം. ഇത് കെയർ പ്ലസ് ഇല്ലാത്തവർക്കും പിന്നെ ഷോറൂം കുറച്ച് ദൂരം ഉള്ളവർക്കും വേണ്ടി മാത്രം ഞാൻ ചെയ്യാൻ കയറ്റിയൊരു വീഡിയോ ആണ്. പിന്നെ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിക്കോട്ടെ എന്നും കൂടി കേട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. തിരിച്ചു വയ്ക്കണ കാര്യമാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇവിടെ താഴെ വയ്ക്കുക, ക്ലിപ്പ് ഇടുക, കറക്റ്റ് ആക്കണേ. ക്ലിപ്പ് താണ്ട കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഇടുക. ഓക്കെ, ക്ലിപ്പ് ഇതായി. ഓക്കെ, സംഭവം അത്രേ ഉള്ളൂ. വയറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉള്ളിലോട്ടാക്കിയിട്ട് വെച്ചിട്ട് വേണം ഇത് വെക്കാൻ കേട്ടോ. മേൽ സൈഡ് ആദ്യം കൊളുത്തണേ, എന്നിട്ട് വേണം ഇതിടാൻ. മേലെ ഒരു ക്ലിപ്പ് ഉണ്ട്, അത് സാധനം ഇടുമ്പോൾ വേണ്ട ഇവിടെ ആക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇത് മേൽഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത്രയുള്ളൂ പ്രസ് ചെയ്യാനുള്ളത്. ഇനി അടിയത്തെ ഭാഗമാണെങ്കിലും വയറ് പുറത്തില്ലാതെ നോക്കുക, പുറത്തൊന്നും ഇല്ലാന്നുണ്ട. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി തിരിച്ച് സ്ക്രൂ തിരിച്ചിടാം. ഈ സൗണ്ട് കംപ്ലീറ്റ് ആയി പോവാതെ ഒരു പാർഷ്യലായിട്ട് വണ്ടി ഹോൺ അടിയേണ്ട ഒരു അവസ്ഥ വരാണെങ്കിൽ, എന്ന് വെച്ചാൽ വണ്ടി ഒരു സൈഡിലോട്ട് തിരിക്കുമ്പോൾ ഹോൺ അടിയുക, അല്ലെങ്കിൽ ചെറിയ സൗണ്ടിൽ ഹോൺ അടിയുക, ഇതൊക്കെ സെയിം ഇഷ്യൂ തന്നെയാണ് വരുന്നത്. ഇതൊരു EV സ്കൂട്ടറിൻ്റെ വീഡിയോ മാത്രമല്ല എന്ന് കരുതി ആരും തള്ളിക്കളയരുത്. മിക്കവാറും വരുന്ന എല്ലാ പെട്രോൾ ബൈക്കിനാണെങ്കിലും സ്കൂട്ടേഴ്സിനാണെങ്കിലും ഈ സെയിം സൊല്യൂഷൻ തന്നെയാണ് ഈ പ്രശ്നത്തിന് വരുന്നത്. ഇപ്പോൾ കാഴ്ച അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. See you. This is me, Mario, signing off.